ജീവിതത്തിൽ നമ്മൾ ഓരോ ആളുകളും ഇതുവരെ പലതവണ കേട്ടിരിക്കുന്ന രണ്ട് ടെർമിനോളജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദാറ്റ് ഈസ് വൺ ഈസ് ടാലൻസി ആൻഡ് അതർ ഈസ് സ്കിൽസ്. എന്താണ് തമ്മിൽ വ്യത്യാസം? നമുക്ക് ടാലന്റ് ആവാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് സ്കിൽഫുൾ ആവാൻ സാധിക്കും. കാരണം ദിസ് ടാലൻസി ഈസ് ആൻ ഇൻബോൺ ക്യാരക്ടർ. ജന്മനാ ഉള്ള ഒരു സിദ്ധിയാണ് ടാലൻസി. ഉദാഹരണത്തിന് പാട്ട് പാടാനുള്ള കഴിവ്, ചിത്രം വരക്കാനുള്ള കഴിവ്, കവിത എഴുതാനുള്ള കഴിവ്. ദീസ് ആർ ആൾ ടാലൻസി. ഇതിനെ ടാലൻസി എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ദർ ഈസ് നോ കോമ്പറ്റീഷൻ. അതിനകത്ത് മത്സരമില്ല. അത് ഇൻബോൺ ആണ്, ഓരോ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സിസ്റ്റത്തിന് നമ്മൾ ടാലൻസിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നത്. ഏതിലാണോ ഒരു വ്യക്തി ടാലന്റ്, ആ വ്യക്തിയിൽ അവരെ സ്കിൽഫുൾ ആക്കുക എന്നതാണ് ഇമ്പോർട്ടൻസ്. ദീസ് ടാലൻസി ബിക്കം ഈക്വൽ ടു സ്കിൽസ്. അല്ലെങ്കിൽ ഈ ടാലൻസിനെ നമ്മളെ സ്കിൽ കൊണ്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. അതാണ് എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനം. എങ്കിൽ അവർക്ക് അതിനകത്ത് ശോഭിക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ടൈം എന്താണ് സ്കിൽ? സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഐ എം എ ഡെന്റൽ സർജൻ, ഇറ്റ് ഈസ് എ സ്കിൽ. എന്താ കാര്യം? ഇത് നമ്മൾ പഠിച്ചെടുത്ത ഒന്നാണ്. ജീവിതത്തിൽ നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ നേടിയെടുക്കുന്ന കഴിവിനെയാണ് നമ്മൾ സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു ഡിസൈനേഴ്സ്, ഒരു ഫോട്ടോഗ്രാഫി, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ദീസ് ആർ ഓൾ ദ സ്കിൽസ്. ഇറ്റ് മേ ബി, ഇറ്റ് മേ നോട്ട് ബി ഹിസ് ടാലൻസി. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ടാലൻസി ആണ് മുഖ്യം, നോട്ട് സ്കിൽസ്. ദിസ് ഈസ് ഇൻബോൺ. അപ്പോൾ ഒരു രക്ഷിതാവ്, അതല്ലെങ്കിൽ വിദ്യാർത്ഥി, അല്ലെങ്കിൽ സമൂഹം എന്നുള്ളവരുടെ കടമ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ഇൻബോൺ ആയ ടാലൻസി കണ്ടുപിടിക്കുക, അതിന് പ്രചോദനം നൽകുക എന്നായിരിക്കണം. ഈ ഓറിയന്റേഷനാണ് റഷ്യ പോലത്തെ രാജ്യങ്ങളിൽ ഫോളോ ചെയ്യുന്നത്. ഒരാളെ നിർബന്ധിച്ച് അവിടെ എന്താക്കുന്നില്ല, ഒരു ഫീൽഡിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ദേ ഫൗണ്ട് ഔട്ട് ദ ടാലൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗോ ആൻഡ് ഗിവ് ദ പ്രാക്ടീസ് ഓൺ ഇറ്റ് ആൻഡ് ഹി വിൽ ഡെവലപ്പ് ഹിസ് പേഴ്സണൽ സ്കിൽസ് ആൻഡ് ബി ദ നമ്പർ വൺ without any competition. There is no competition in talency, but skills നകത്ത് there are so many competitions. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimrazdentalclinic.com. താങ്ക് യു.